പ്രിയമുള്ള കൂട്ടുകാരെ, ഇന്ന് നമുക്ക് സന്തോഷകരമായൊരു വാർത്തയല്ല ഇന്ന് വരുന്നത്. ഈ കഴിഞ്ഞ ആഴ്ചയിൽ നമുക്കൊരു വാർത്ത ലഭിക്കുകയുണ്ടായി. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഏതാണ്ട് 10 വയസ്സിൽ താഴെ പ്രായമുള്ള ഒരു കുഞ്ഞ് തൊണ്ടയ്ക്ക് ആഹാരം കുടുങ്ങി മരണപ്പെട്ടു പോയി. ഒരാൾ അകാലത്തിൽ മരണപ്പെടുന്നു എന്ന് പറയുന്നത്, ഇനി തികഞ്ഞിട്ടായാലും എങ്ങനെയായാലും മരണപ്പെട്ടു എന്ന് പറയുന്നത് നമുക്കൊന്നും സന്തോഷം തരുന്ന കാര്യമല്ല. നമുക്കറിയാം, ആഹാരം തൊണ്ടയ്ക്ക് കുടുങ്ങി മരണപ്പെട്ടു പോയി. നമ്മളെ ഒത്തിരി വേദനിപ്പിച്ചതാണ്. പക്ഷെ നമ്മളതേക്കുറിച്ച് വളരെ ഗൗരവമായി ചിന്തിക്കേണ്ടതുണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ ഓരോ കാര്യങ്ങളിലും നമുക്ക് മതിയായ ഒരു അറിവ് ലഭിക്കണമെങ്കിൽ അത് നമ്മുടെ കുടുംബത്തിൽ നിന്നാണ്. ഗുരുകുലം എന്ന് പറയുന്നത് നമ്മുടെ വീടാണ്. നമ്മുടെ മാതാവിൽ നിന്നാണ്, പിതാവിൽ നിന്നാണ്, നമ്മുടെ വീട്ടിൽ നിന്നാണ് ലഭിക്കേണ്ടത്. എല്ലാവർക്കും അങ്ങനെ വീട്ടിൽ നിന്ന് വേണ്ട അളവിൽ വിദ്യാഭ്യാസം ലഭിക്കുകയാണെങ്കിൽ ഈ അവസ്ഥയൊന്നും ഉണ്ടാവില്ല. ആഹാരം കഴിക്കുന്നത് എങ്ങനെയെന്നും എന്തിനു വേണ്ടിയെന്നും ഉള്ളത് സംബന്ധിച്ച് ലഭിക്കുന്നതും ഒരു വിദ്യാഭ്യാസമാണ്. അതും ഒരറിവല്ലേ നമുക്ക് ലഭിക്കുന്നത്. അത് ആലോചിച്ച് നോക്കിയാൽ നമ്മളൊക്കെ ചിന്തിച്ചിട്ട് നമ്മളൊക്കെ കഴിക്കുന്നില്ലേ? നമ്മളൊക്കെ ജനിച്ച കാലം മുതൽ ആഹാരം കഴിച്ചു വരുന്നവരാണ്. പക്ഷേ അതിന് എപ്പോൾ കഴിക്കണം, എങ്ങനെ കഴിക്കണം, കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എങ്ങനെ, ഇതെല്ലാം നമ്മളാരും പറഞ്ഞിരുന്നുണ്ടോ? പറഞ്ഞു തരണം, എങ്കിലല്ലേ നമുക്ക് അറിയത്തുള്ളൂ. അല്ല അറിയത്തില്ലല്ലോ. ഞാനൊരു കാര്യം ചോദിക്കുക. നമ്മുടെ വായിൽ ചവച്ചരച്ച് അരച്ചരച്ചരച്ചരച്ച് കുഴമ്പ് പോലായി ഏതുമായി ചേർന്ന് നമ്മുടെ ഉമിനീരുമായി ലയിച്ച് അവിടെ ചില കെമിക്കൽ ആക്ഷൻസ് നടക്കും. ഇതെല്ലാം കഴിഞ്ഞ് വളരെ കുഴമ്പ് രൂപത്തിൽ വേണം തൊണ്ടയിൽ നിന്ന് താഴേക്ക് ഭക്ഷണം ഇറങ്ങിച്ചെല്ലാൻ. അതാണ് അതിൻ്റെ യഥാർത്ഥ നടപടിക്രമം. അങ്ങനെയാണെങ്കിൽ നമുക്കെങ്ങനെ തൊണ്ടയ്ക്ക് ഭക്ഷണം കുരുങ്ങുക? ഏതാണ്ടൊരു ദ്രാവക രൂപത്തിലോളം ആയി മാറും. ആയി മാറുന്ന ആഹാരം എങ്ങനെയാണ് കുടുങ്ങുക? അത് കുടുങ്ങത്തില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. ആഹാരം കഴിക്കുമ്പോൾ നമ്മൾ പ്രകൃതി ഒരുക്കിയിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. നമ്മളൊരു വസ്തു നമ്മുടെ കൈ കൊണ്ടെടുക്കുക, അവിടെ ഒരു സ്പർശനമുണ്ട്. ആ കഴിക്കുന്ന സാധനം എന്താ എന്നത് സംബന്ധിച്ച് നമ്മുടെ ഒരു സെൻസ് അവിടെ വർക്ക് ചെയ്തു. അത് നമ്മുടെ വായിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മുടെ മറ്റൊരു സെൻസ് കാണുകയാണ്. ബാഹ്യ ലോകത്തെ നമ്മളെ പരിചയപ്പെടുത്തുന്ന നമ്മുടെ കണ്ണുകൾ അത് കാണുകയാണ്. അപ്പോൾ കൈക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം, അതായത് ത്വക്കിന് ഇഷ്ടപ്പെട്ട ഭക്ഷണം, ഒരു സെൻസിന് ഇഷ്ടപ്പെട്ട ഭക്ഷണം, അടുത്ത സെൻസ് കണ്ണ്, ആ കണ്ണിന് സാങ്ഷൻ കിട്ടി, അതിന് NOC കിട്ടി. ആ NOC കിട്ടിയ ഭക്ഷണം ചിലത് കണ്ടു കഴിയുമ്പോഴത്തേ നമുക്ക് വേണ്ട എന്ന് പറഞ്ഞ് മാറ്റി വെക്കും. അപ്പോൾ നമ്മുടെ അവിടെ നിന്ന് NOC കിട്ടിയില്ല കണ്ണിൻ്റെ. ഇനി അത് കഴിഞ്ഞ് അല്പം കൂടെ വായോട് അടുക്കുമ്പോൾ അടുത്ത സെൻസ് ആക്റ്റീവായി. ഏതാണ്? സ്മെല്ല്, നമ്മുടെ മൂക്ക്. അപ്പം നമുക്ക് അഹിതമായി തോന്നുന്നതാണെങ്കിൽ നമുക്ക് ഇഷ്ടമല്ല, നമ്മൾ കഴിക്കത്തില്ല. അവിടുന്ന് NOC കിട്ടണം. അടുത്ത NOC ആണ് നമ്മുടെ നാക്ക്. നമ്മുടെ നാക്കിലേക്ക് വരുമ്പോൾ നമ്മൾ ടേസ്റ്റ് ചെയ്യുക. നമുക്കിഷ്ടപ്പെടാം കഴിക്കുന്നൊരു വസ്തു നമ്മുടെ നാക്കിലോട്ട് വെച്ചാൽ എന്ത് ചെയ്യും? പെട്ടെന്ന് തുപ്പിക്കളയും. അവിടുന്ന് അതിനുള്ള അനുവാദം കിട്ടിയില്ല. ഇവിടുന്ന് എല്ലാം നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടാണ് ഫുഡ് വായിലേക്ക് ചെല്ലുന്നത്. അവിടെ ചെല്ലുമ്പം നമ്മുടെ ഉമിനീര് ഈ ആഹാരം ചെല്ലുന്ന അതായത് നമ്മുടെ കുടൽ എന്ന് പറയുന്ന, അല്ലെങ്കിൽ അന്നപഥം, അല്പം കൂടി ശാസ്ത്രീയമായിട്ട് പറഞ്ഞാൽ അന്നപഥത്തിൻ്റെ ആരംഭ സ്ഥലമാണ് നമ്മുടെ വായ. ആ വായിലേക്ക് നമ്മുടെ ഭക്ഷണം എത്തിച്ചേരുമ്പോൾ നമ്മൾ എത്ര സൂക്ഷ്മമായി ശ്രദ്ധിക്കേണ്ടതാണ്. പ്രകൃതി ഒരുക്കിയിരിക്കുന്നത് എത്ര സെൻസാണ് അവിടെ. ഈ ചെല്ലുന്ന ഭക്ഷണം നമുക്ക് യഥാർത്ഥത്തിൽ അനുയോജ്യമാണോ, ആവശ്യമുള്ളതാണോ എന്ന് ചെക്ക് ചെയ്യാൻ അവിടെ ഉണ്ടാക്കിയിരിക്കുന്ന ചെക്ക് പോസ്റ്റുകൾ എന്തൊക്കെയാണെന്ന് ആലോചിച്ച് നോക്കിയേ. അത്രയും പ്രകൃതി ഒരുക്കിയപ്പം നമ്മൾ ചിന്തിക്കണ്ടേ? അവിടെ ആ ഫുഡ് നമ്മുടെ ഉമിനീരുമായി ലയിക്കേണ്ടതുണ്ട്, പ്രതിപ്രവർത്തിക്കേണ്ടതുണ്ട്. ഉമിനീര് ചേർന്നാണ് അത് നമുക്ക് കുഴമ്പ് രൂപത്തിലാക്കേണ്ടത്. അവിടെ ചവച്ചരയ്ക്കാൻ എത്ര പാകത്തിന് ആ കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. നമ്മുടെ തലയോട്ടിയോട് ചേർന്നിരിക്കുന്ന നമ്മുടെ മേൽ അണയും മേൽ പല്ലുകളും അവിടെ നിൽക്കുന്നു. താഴെ ചലിപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള നമ്മുടെ കീഴ്ചുണ്ട്, ആ കീഴ്ത്താടി, ആ താടിയുമായി ബന്ധപ്പെടുത്തിയാണല്ലോ നമ്മുടെ പകുതി പല്ലുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഇത് രണ്ടും കൂടെ സ്വാഭാവികമായിട്ടും അത് രണ്ടും കൂടെ അടുക്കുകയും അകലുകയും ചെയ്യുന്നതിൻ്റെ പേരാ ചവയ്ക്കുക എന്ന് പറയുന്നത്. അതിനോടൊപ്പം നമുക്ക് നാക്കിൻ്റെ ചില സഹായം കിട്ടും. അതിനെ യഥാർത്ഥത്തിൽ കുഴമ്പ് രൂപത്തിലാക്കാൻ ഉമിനീര് കിട്ടും. അത്രയും കൊണ്ട് നമ്മൾ ചവച്ചരച്ച് കുഴമ്പ് രൂപത്തിലാക്കി താഴേക്ക് പോയാൽ എവിടെയാ കുടുങ്ങുക? എങ്ങും കുടുങ്ങില്ല.
നമ്മൾ പറഞ്ഞപ്പോൾ ഒരു കാര്യങ്ങളും ചിന്തിച്ച് ഉമിനീരുമായി പ്രവർത്തിക്കുന്നു, അത് അപ്രകാരം ബ്ലെൻഡ് ചെയ്യണം എന്നൊക്കെ അല്ലേ നമ്മൾ പറയുന്നത്. അങ്ങനല്ലേ കൂട്ടുകാരെന്ന് ആലോചിച്ച് നോക്കി, അങ്ങനല്ലേ വരിക. അങ്ങനെയാണെങ്കിൽ ഒരു ജീവിയെ പറയാമോ, നമുക്ക് വളരെ ടേസ്റ്റബിളായി വേറൊരു ജീവിയുടെ ഉമിനീര് മറ്റൊരാളുടെ തുപ്പൽ നമുക്ക് ഇഷ്ടമാണോ? ഒരിക്കലുമല്ല. അവരവരുടെ തുപ്പലെ വയറ്റി ചെല്ലും. പക്ഷേ മറ്റൊരാളുടെ വരുമ്പോൾ നമുക്ക് ഇഷ്ടമല്ല. ഒരാൾ മറ്റൊരാളുടെ തുപ്പുന്ന കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സൂഹിക്കുമോ? ഇല്ല. എന്നാൽ ഒരു ജീവിയുടെ തുപ്പൽ നമ്മൾ വളരെ ഇഷ്ടത്തോടു കൂടി നമ്മൾ ഭക്ഷിക്കുന്നുണ്ട്. അതാ തേനീച്ചയുടെ തേൻ നമ്മൾ കഴിക്കുമ്പം ആ തേനിൻ്റെ പകുതി ഭാഗം 50% തേനീച്ചയുടെ തുപ്പലുകളാണ്. ആ തുപ്പലെന്ന് പറയുന്നതാണ് ഒരു ഉമിനീര്. ആ ഉമിനീരുമായി ചേർന്നാണ് നമ്മൾ വളരെ ഇഷ്ടത്തോടു കൂടി കഴിക്കുന്നത്. അപ്രകാരമാണ് നമ്മുടെ ഫുഡ് അകത്തോട്ട് ചെല്ലുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, അപ്രകാരമല്ലേ ചെല്ലുന്നത്. ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ അകത്ത് നടക്കുന്നതൊക്കെ പോട്ടെ, നമ്മൾ ആ ഭാഗത്തേക്ക് കിടക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പം വളരെ ഗൗരവമായി ശ്രദ്ധിക്കേണ്ടത് ചവച്ചരച്ച് കുഴമ്പ് രൂപത്തിലാക്കി നമ്മുടെ ആഹാരം താഴേക്ക് പോകുമ്പോൾ ഈ അപകടം സംഭവിക്കുമോ? ഇല്ല. പക്ഷേ കുഴമ്പ് രൂപത്തിലാക്കി മാറ്റുന്നതിന് നമ്മൾ സ്വാഭാവികമായും നമ്മൾ ചിന്തിക്കേണ്ടത് നമുക്കൊരു കാരണവശാലും അതിനോടൊപ്പം വെള്ളം കുടിക്കാൻ പാടില്ല. അത് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ നമ്മൾ സൂചിപ്പിച്ചതാണ്. നമ്മൾ വെള്ളം കുടിക്കുന്നത് ആഹാരം കഴിക്കുന്നതിനോടൊപ്പം വെള്ളം കുടിക്കാൻ പാടില്ല. വെള്ളം ആഹാരത്തിന് അരമണിക്കൂർ മുമ്പോ അരമണിക്കൂർ ശേഷമോ ആയിരിക്കണം വെള്ളം കുടിക്കേണ്ടത്. അതാണ് എൻ്റെ ശാസ്ത്രീയത. അത് സംബന്ധിച്ച വിശദാംശങ്ങളിലേക്ക് ഞാനിപ്പോൾ കിടക്കുന്നില്ല. അപ്പോൾ നമുക്ക് മുമ്പുണ്ടായ രൂപത്തിലുള്ള ദാരുണമായ അവസ്ഥകൾ, നമ്മുടെയൊക്കെ ദുഃഖിപ്പിക്കുന്ന അവസ്ഥ സ്വാഭാവികമായിട്ടും ഉണ്ടാവില്ല. അങ്ങനെ സംഭവിക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന കുഞ്ഞുങ്ങൾ, എന്നെ കേൾക്കുന്ന കുഞ്ഞിത്തത്തയുടെ സുഹൃത്തുക്കൾ ഒക്കെ ചെയ്യേണ്ട ഒരു കാര്യം, അതുപോലെ നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളോട് പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യം, ആഹാരം കഴിക്കുമ്പം വളരെ ശ്രദ്ധയോടുകൂടി കഴിക്കേണ്ടതാണ്. നമ്മുടെ ജീവനും ജീവിതവും നിലനിൽക്കുന്നത് നമ്മുടെ ആഹാരത്തിലാണ്. ആഹാരമാണ് ഔഷധം, അല്ലേ? നമ്മൾ കഴിക്കുന്ന ആഹാരമാണ് നമ്മുടെ ഔഷധം. അപ്പോൾ അത് അത്രയും നമ്മൾ സൂക്ഷ്മതയോടുകൂടി ശ്രദ്ധിക്കുമ്പം എന്താണ് കഴിക്കുന്നത്, എന്താണ് വേണ്ടത്, അത് ഏതളവിലാണ് വേണ്ടത് എന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്ന പോലെ തന്നെയാണ് ചവച്ചരച്ച് അരച്ചരച്ചരച്ചരച്ചരച്ചരച്ച് കുഴമ്പ് രൂപത്തിലാക്കി നമ്മൾ കഴിച്ചാൽ മുൻപ് സൂചിപ്പിച്ച പോലുള്ള അബദ്ധങ്ങൾ സംഭവിക്കില്ല. ഇതൊരു ഇൻഫർമേറ്റീവ് എന്നുള്ള നിലയിൽ ഇതിനെ കാണുക. ഞാൻ അഡ്വക്കേറ്റ് മോഹൻദാസ്.